മോചന വഴിയെ ഹൃദയമയലുകൾ തേടി വാഗ്ദത്ത നാട്ടിലേക്കൊരു യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. ജനനം മുതൽ ഓരോ നിമിഷവും നമ്മളെ കൈപിടിച്ച് വളർത്തുന്ന ദൈവത്തിന്റെ സ്നേഹവും ദൈവം നിസ്വാർത്ഥമായി നമ്മളിലേക്ക് ചൊരിയുന്ന അനുഗ്രഹങ്ങളും എല്ലാം സ്വീകരിക്കുവാൻ നമുക്ക് എല്ലാവർക്കും വലിയ സന്തോഷമാണ്. എന്നാൽ ആയിരക്കണക്കിന് അനുഗ്രഹങ്ങളും കൃപകളും കൊണ്ട് നിറച്ച ദൈവം അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഏതെങ്കിലും വഴികളിൽ ചെറിയ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താണ് ദൈവമേ ഞങ്ങൾക്ക് ഇത് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ വന്നത്, ഞങ്ങൾ അങ്ങയുടെ വഴികളിലാണല്ലോ സഞ്ചരിച്ചത്, ഞങ്ങൾ അങ്ങേക്ക് വേണ്ടിയാണല്ലോ വേല ചെയ്തതെന്ന് ചോദിക്കുന്ന ഒരു നല്ല വിഭാഗം മനുഷ്യരെയാണ് നമ്മൾ പരിചയപ്പെടുക അല്ലെ കാണുക. എന്നാൽ അതിന് വിഭിന്നമായി ദൈവം നൽകിയ നന്മകളെയും ദൈവം നൽകുന്ന സഹനങ്ങളെയും ദൈവത്തോട് ചേർന്ന് യേശുവിന്റെ സഹനത്തോട് ചേർന്ന് ബലിയായി അർപ്പിച്ചുകൊണ്ട് നല്ലൊരു ജീവിത സാക്ഷ്യം നയിക്കുന്ന ഒരു നല്ല കുടുംബത്തെ ഇന്ന് ശാലോം പ്രേക്ഷകർക്ക് വേണ്ടി പുറപ്പാടിലൂടെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ജീവിതത്തിന്റെ അനുഭവങ്ങളിലെല്ലാം ക്രിസ്തുവിന്റെ സാക്ഷിയായി മുറുകെ നിൽക്കുവാൻ, ആ ക്രിസ്തുവിന്റെ സ്നേഹത്തെ മുറുകെ പിടിക്കുവാൻ ഇവർ എത്രമാത്രം കഠിനാധ്വാനം ചെയ്യുന്നെന്നും യുവജനങ്ങളെയും ദൈവത്തിലേക്ക് എല്ലാ മതത്തിലുള്ളവരെയും ഒരുപക്ഷെ പല പ്രോഗ്രാമുകളിലൂടെ വചന ശുശ്രൂഷയിലൂടെ ധ്യാനങ്ങളിലൂടെ എല്ലാം ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് എല്ലാവരെയും അടുപ്പിക്കുവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന കുടുംബം വചനത്തിലൂടെ നമ്മൾ കടക്കുമ്പോൾ കാണുന്നു. നാളത്തെ മഹത്വത്തെ തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ സഹനങ്ങൾ നിസ്സാരങ്ങളാണ്. നമുക്ക് പരിചയപ്പെടാം ജോസഫ് ദാസ് ബ്രദറിനെയും ഭാര്യ ജീവയെയും. ബ്രദറെ, ശാലോം പ്രേക്ഷകർക്ക് വേണ്ടി ബ്രദറിന്റെ ജീവിതാനുഭവങ്ങളും ദൈവത്തിന്റെ ഈ വലിയ സ്നേഹം, ഈശോയുടെ ആ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി തീക്ഷ്ണമായി അധ്വാനിക്കുന്നതും അതുപോലെ ജീവിതത്തിലെ സഹനങ്ങളെ വലിയ പുഷ്പങ്ങളായി സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുന്നതുമെല്ലാം ശാലോം പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് എല്ലാവർക്കും വേണ്ടി ഒന്ന് പറയാമോ? ആദ്യമായിട്ട് ജനിച്ച നാടും വീട്ടുകാരും എല്ലാം ഒന്നും. ഞാൻ ആലപ്പുഴയിലാണ് ജനിച്ചത്. എൻ്റെ അപ്പൻ പിതാവ് കൊല്ലം സ്വദേശിയാണ്, പക്ഷെ ഞങ്ങൾ ആലപ്പുഴയിലാണ് ഞാൻ ജനിക്കുന്നത്. എനിക്ക് അപ്പൻ, അമ്മ, ഒരു ചേട്ടൻ വിവാഹിതനാണ്, ചേട്ടനൊരു കുഞ്ഞുണ്ട്, പിന്നെ ഒരു അനിയത്തി. അങ്ങനെ ആണ് എൻ്റെ കുടുംബം. ഞങ്ങള് ഇപ്പം സിസ്റ്റർ പറഞ്ഞല്ലോ, ഞാൻ സത്യത്തില് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് ഞാൻ പറയുന്നത് എനിക്ക് കർത്താവിൻ്റെ ഒരു മകനായിരിക്കുവാനുള്ള ഒരു യോഗ്യതയില്ല. കാരണം എൻ്റെ ചെറുപ്പകാലം തൊട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് അനുസരണക്കേടിൻ്റെയും കുസൃതിയുടെയും ഒക്കെ ഒരു ജീവിതമാണ്. ഉദാഹരണത്തിന് എല്ലാ ക്ലാസ്സിൽ നിന്നും വേണമെങ്കിൽ ആഴ്ചയിൽ 2-3 തവണ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ഒരാൾ. കോളേജിലെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ നിന്ന് ആദ്യത്തെ ടീച്ചർ ഫസ്റ്റ് അവർ നമ്മളെ പരിചയപ്പെടുന്ന ആ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാളാണ് ഞാൻ. എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതം ചീത്തയായ കൂട്ടുകെട്ടുകളും അങ്ങനെ വളരെ അസ്വസ്ഥതകൾ നിറഞ്ഞൊരു ജീവിതമാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സ്വന്തം എന്ന് അറിയപ്പെടാൻ, അങ്ങനെ അത്രയും മഹനീയമായ കാര്യങ്ങൾക്ക് വേണ്ടി അറിയപ്പെടാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. പക്ഷെ അതുതന്നെയാണ് എന്നെ കർത്താവിനോട് ഏറ്റവും നന്ദിയുള്ളവനാക്കി മാറ്റിയിരിക്കുന്നത്. കാരണം ഇത്രയും യോഗ്യതകളില്ലാത്ത, അനുസരണം ഇല്ലാത്ത, അല്ലെങ്കിൽ അന്നത്തെ എന്നെ അറിയാവുന്നവർ പറയുക ഇവൻ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മാത്രമാണ്. ഇവന്റെ അപ്പനും അമ്മയ്ക്കും ഇവനൊരു ദുഃഖകാരണമായി തീരും, അങ്ങനെ മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ പിന്നീട്
ദൈവത്താൽ സ്പർശിക്കപ്പെട്ടു. തീർച്ചയായിട്ടും കർത്താവിൽ വന്ന സമയത്തും ആദ്യകാലങ്ങളിലൊക്കെ ഞാൻ വളരെയധികം എൻ്റെ പാപത്തിന്റെ ചായം എന്നോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും എന്നെ കൈവിട്ട് കളയാത്ത കർത്താവിന്റെ സ്നേഹം, അത് ഇന്ന് വർഷങ്ങൾ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ആദ്യം കർത്താവിനെ കണ്ട ഞാനല്ല ഇപ്പോൾ, അതെനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ എന്നെ അറിയാവുന്നത് കൊണ്ടറിയാം. ഒരു കഴിഞ്ഞ കാല ജീവിതം പറയുമ്പോൾ ഒരുപക്ഷെ അങ്ങനെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നുമായിരിക്കാം. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് എന്നിൽ നിന്ന് കർത്താവ് എടുത്തു മാറ്റിയതാണ്. ഒരിക്കലും എനിക്ക് തന്നെ ഇന്ന് അത്ഭുതമാണ്. എൻ്റെ പഴയ പ്രതികരണ രീതികൾ, പഴയ ചെറിയ ചെറിയ ഭ്രാന്തികൾ എന്ന് പറയാവുന്ന സ്വഭാവങ്ങൾ, അതെല്ലാം എന്നിൽ നിന്ന് എവിടെ പോയി? തീർച്ചയായിട്ടും ഈ കരിസ്മാറ്റിക് നവീകരണത്തിലൂടെ കർത്താവ് എന്നെ തൊട്ടപ്പോൾ എനിക്ക് സംഭവിച്ചത് അത് വചനമാണ്. അതായത് പഴയ മനുഷ്യനെ പൂർണ്ണമായി ഉരിഞ്ഞു മാറ്റി പുതിയ സൃഷ്ടിയാക്കി മാറ്റി. ഇപ്പോഴും മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഞാൻ ആ പണ്ടത്തെ ഒരു വ്യക്തിയെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പൊ ഞാൻ ആ വ്യക്തിയല്ല, ആ വ്യക്തിയെ അല്ല, വ്യക്തിത്വമല്ല. അപ്പോ അതിനൊരു കാരണമായത് എന്താണ്? ശരിക്കും എവിടെയാണ് ഈ ദൈവ സ്പർശനം അനുഭവിച്ചത്? ഞാൻ ഈ കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ട് പിന്നീട് എല്ലാവർക്കും അറിയാം, ഒരു 6 മാസം കഴിഞ്ഞാണ് ഞാൻ ക്ലാസ്സിൽ കയറാൻ ഇടവന്നത് തന്നെ. അത് എൻ്റെ സഹപാഠികള് ഇനിഷ്യേറ്റീവ് എടുത്ത് എന്നെ പല അധ്യാപകരെ പോയി കണ്ട് അവർ സംസാരിച്ച് പിന്നെ അതുവഴി വീട്ടിലറിഞ്ഞ് മാതാപിതാക്കൾ വന്ന് അങ്ങനെയാണ് എന്നെ കോളേജിൽ തിരിച്ചു കയറ്റുന്നത്. പക്ഷെ അപ്പോഴത്തേക്ക് എൻ്റെ പഠനം പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോയിരുന്നു. കാരണം ഞാൻ പൂർണ്ണമായും പുറത്തായിരുന്നത് കൊണ്ട് പുറത്തുള്ള കൂട്ടുകെട്ടുകളും അങ്ങനെയായിരുന്നു. തിരിച്ചു വന്നപ്പോൾ എനിക്ക് വളരെ ക്രൈസിസ് ആയിരുന്നു. എനിക്ക് വീണ്ടും തിരിച്ച് പഠിച്ച് കയറി വരാൻ പറ്റാത്തൊരവസ്ഥ. പൂർണ്ണമായിട്ടും എൻ്റെ ജീവിതം നിരാശയിലേക്കൊക്കെ പോകുന്നൊരു സാഹചര്യത്തിൽ അത്ഭുതകരമായി ഒരു കരിസ്മാറ്റിക് ആധ്യാത്മികതയുള്ള ഒരു കത്തോലിക്കനായ ഒരു സഹോദരൻ എൻ്റെ ജീവിതത്തിൽ എന്നെ കാണുവാൻ ഇടവന്നു. എന്നെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരാൾ. അദ്ദേഹം എൻ്റെ ജീവിതത്തിലെ പഴയകാല സംഭവങ്ങൾ ഒരു പ്രവാചകൻ എന്നതുപോലെ എന്നോട് പറഞ്ഞു. എൻ്റെ മുമ്പിൽ വെച്ച് ഒരു 14 വയസ്സുള്ള ഒരു പെൺകുട്ടി, ജീവിതത്തിൽ സംസാരിച്ചിട്ടില്ലാത്തൊരു ഊമയായ പെൺകുട്ടിയെ അദ്ദേഹം പ്രാർത്ഥിച്ച സമയത്ത് ഈ പെൺകുട്ടി സംസാരിച്ചു. ഈ അത്ഭുതം ഒക്കെ കണ്ടിട്ട് ഞാൻ ഒരു ചെറുപ്പക്കാരനാണല്ലോ, എനിക്കറിയാം ഇത് ക്രിസ്തു പ്രവർത്തിക്കുന്നത് പോലുള്ള അത്ഭുതമാണ്. അപ്പൊ ഇദ്ദേഹത്തിലൂടെ സംസാരിച്ചത് ക്രിസ്തുവാണ്. അദ്ദേഹം ഇന്ന് കാനഡയിൽ സെറ്റിൽഡ് ആണ്. പക്ഷെ ഈ വിദ്യാസമ്പന്നനായ ഒരു കരിസ്മാറ്റിക് സഹോദരനാണ്. ഈ അനുഭവമാണ് എന്നെ പൂർണ്ണമായിട്ട് മാറ്റിയത്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നാട്ടിലും ഇവിടെ എല്ലാം യൂത്തിന്റെ ഇടയ്ക്ക് ബ്രദർ വളരെ സജീവമാണ്. അപ്പോൾ ഞാൻ പോയ വഴികളിൽ അല്ലെ ഞാൻ നഷ്ടപ്പെടാമായിരുന്ന അവസ്ഥയിൽ നിന്ന് എന്നെ കൈപിടിച്ച് ദൈവം ഉപയോഗിച്ച വ്യക്തിയാണെങ്കിലും ഒരാൾ എനിക്ക് വേണ്ടി വന്നില്ലേ, അതുപോലെ മറ്റൊരു യൂത്തിനെ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ കൈപിടിച്ച് ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ ഞാനും പോയേ പറ്റൂ. സാവൂള് പൗലോസ് ആയതുപോലെ തന്നെ ഒരു മനോഭാവത്തിലേക്ക് വളരാനുള്ള ഒരു കാരണം അതാണെന്ന് തോന്നുന്നല്ലേ? അത് വിചിത്രമാണ്. കാരണം 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ഇടവകയിൽ നടത്തിയ ക്രിസ്ത്യൻ ധ്യാനത്തിൽ നിന്ന് ഒരുപക്ഷെ അറിയപ്പെടുന്ന ഒരു സുവിശേഷ പ്രഘോഷകൻ ഡോക്ടർ അപ്പു സിറിയക്, അവരുടെയൊക്കെ നേതൃത്വത്തിൽ നടത്തിയ ഒരു ക്രിസ്ത്യൻ ധ്യാനത്തിന് ഡോക്ടർ അപ്പു സിറിയക് അവസാനത്തെ ദിവസം മദ്യപിച്ച് വന്നതിന്റെ പേരിൽ പുറത്താക്കിയ ആളാണ് ഞാൻ. അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും, ഒരു ധ്യാനത്തിൽ ബാക്കി എല്ലാവരും അവിടെ ഉണ്ട്, എന്നെ പുറത്താക്കി. അവർ പുറത്താക്കത്തില്ല സാധാരണ, പക്ഷെ ഈ മദ്യപിച്ച് വന്നു ബഹളം വെച്ചു എന്നതിന്റെ പേരിൽ എന്നെ പുറത്താക്കിയതാണ്. അപ്പൊ അങ്ങനെ പുറത്താക്കി ആ മൈതാനത്തിലൂടെ ഞാൻ നടന്നു പോകുമ്പോൾ പുറത്തുനിന്ന് കുട്ടികളൊക്കെ നോക്കുന്നുണ്ട്. അപ്പൊ എനിക്കറിയാം എല്ലാവരും അവനെ വിട്ടു എന്നുള്ള രീതിയിൽ. അന്ന് ഒരുപക്ഷെ ഞാൻ തിരിച്ച് വീട്ടിൽ പോയില്ല. കാര്യം ഇത് വീട്ടിൽ അറിഞ്ഞാൽ അമ്മയൊക്കെ ഒത്തിരി വിഷമിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഈ ധ്യാനം കഴിയുന്ന സമയത്താണ് വീട്ടിലെത്തുന്നത്. പക്ഷേ ഞാൻ ഓർക്കുകയാണ് അന്ന് കർത്താവ് എന്ത് വിചാരിച്ചു കാണും, ഈ പോകുന്ന ഈ മകനെയാണ് ഞാൻ പിന്നീട്. അപ്പോൾ എനിക്ക് പോലും അറിയാത്ത ആ ഒരു രഹസ്യം കർത്താവിന് അറിയാമായിരുന്നു. ഞാൻ ഇപ്പോഴും അത് ഓർക്കും ആ സംഭവം. പിന്നീട് ഈ അപ്പു ചേട്ടനുമായിട്ട് ചേർന്ന് പ്രോഗ്രാമുകൾ നടത്തിയിട്ടുണ്ട്. അപ്പു ചേട്ടന്റെ വീണ്ടും റിട്രീറ്റുകൾ ഞാൻ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യാൻ കർത്താവ് ഇട വന്നിട്ടുണ്ട്. തുറന്നു വരാം. ജീവ എന്നാണ് പേരല്ലേ? എവിടെയാണ് നാട്? എന്റെ സ്ഥലം ഞാൻ ട്രിവാൻഡ്രത്താണ്. പപ്പയ്ക്കും അമ്മയ്ക്കും ഞാൻ മൂത്ത ആളാണ്. പിന്നെ എനിക്ക് എന്റെ ബ്രദറും ഒരു സിസ്റ്ററും ഉള്ളത്. ഓക്കെ. അത് അവരെല്ലാരും ഇപ്പോഴും അവിടെ തന്നെയാണോ? അതോ ബ്രദർ കുവൈറ്റിലാണ്. കുവൈറ്റില് അവൻ ആത്മീയമായിട്ടൊക്കെ വളരെ നല്ല ശുശ്രൂഷയിലൊക്കെ നടത്തുന്നത്. സിസ്റ്റർ നാട്ടിൽ തന്നെയാണുള്ളത്. എനിക്ക് ഏറ്റവും സന്തോഷകരവും അഭിമാനകരമായിട്ടൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളുടെ ജീവിതത്തിന്റെ പല മേഖലകളുടെ പറ്റി സാക്ഷി ഞാൻ കേട്ടിട്ടുണ്ട് വചനത്തിലൂടെയല്ല. അപ്പോൾ ദൈവം തരുന്ന സഹനങ്ങളെ വലിയ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് ഞാൻ ജീവയെ കാണുകയാണ് നിങ്ങൾ രണ്ടുപേരെയും. അപ്പോൾ അതിന് ഒരു പ്രചോദനം എവിടുന്ന? ജീവ ചെറുപ്പം മുതലേ വചനം പഠിക്കുകയോ അതെയോ ജീസസ് യൂത്തിലോ അതെ എന്താണ് ഇത് ഇത്രയും ഉറച്ച വിശ്വാസത്തിലേക്ക് വന്നതിന്റെ കാരണം? സിസ്റ്റർ, എന്റെ ലൈഫ് പറയുകയാണെങ്കിൽ ഞാൻ ചെറുപ്പം തൊട്ട് തന്നെ എന്താ പറയുന്നത്
നമ്മുടെ വീട്ടിൽ, ഞങ്ങളുടെ വീട്ടിലെല്ലാവരും പപ്പായും അമ്മയും വീട്ടുകാരെല്ലാവരും തന്നെ പള്ളിയായിട്ട് വളരെ അറ്റാച്ച്ഡ് ആയിരുന്നു. അപ്പോൾ ഞാനും ജനിച്ചപ്പോൾ തൊട്ടേ പള്ളിയിൽ പോകാനും പള്ളിയിലെ കാര്യങ്ങളൊക്കെ വളരെ നല്ല ഇൻവോൾവ് ആയിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ എനിക്കറിയാം ഞാൻ ഒരുവിധം പഠിക്കുന്ന ആളായിരുന്നു. അപ്പോൾ എനിക്ക് ഈശോ എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന മാർക്ക് കിട്ടണം, ഫുൾ മാർക്ക് കിട്ടണം, ക്ലാസ്സിൽ ഫസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും ഞാൻ ഫസ്റ്റ് ആകാറുണ്ട്. അപ്പോൾ എൻ്റെ ധാരണയിൽ കർത്താവ് എന്ന് പറയുന്നത് ഒരു സൂപ്പർമാൻ ഡിങ്കൻ ഒരു റോളാണ്. അതായത് ഞാൻ പറയുന്ന ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു വരുന്ന ഒരാൾ, ദൂരെങ്ങാണ്ടുള്ള ഒരു വ്യക്തിയായിട്ടായിരുന്നു ചെറുപ്പകാലങ്ങളിൽ എനിക്ക് ഈശോയെ പറ്റിയുള്ള ഒരു ധാരണയും സങ്കല്പവും ഒക്കെ. അപ്പൊ അങ്ങനെ എനിക്ക് 10ാം ക്ലാസ് ഒക്കെ പാസ്സായ സമയത്താണ് ഞങ്ങളുടെ ഇടവകയിൽ ഈ കരസ്മാറ്റിക് ധ്യാനമൊക്കെ വന്നു തുടങ്ങിയത്. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് പള്ളിയായിട്ടൊക്കെ ഞാൻ വളരെ അടുത്ത് പ്രവർത്തിച്ചിരുന്ന ആളായതുകൊണ്ട് ഈ ധ്യാനത്തിനൊക്കെ പോവുകയും അവർ പറഞ്ഞ ഓരോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോൾ അന്ന് എനിക്ക് കിട്ടിയൊരു ബോധ്യമാണ്, സ്തുതിക്കാനൊക്കെ തുടങ്ങി. അന്ന് കിട്ടിയൊരു ബോധ്യമാണ് ദൂരെ ഇരിക്കുന്ന ഒരാളല്ല, എങ്ങാണ്ട് അടുത്തൊക്കെ തന്നെ വളരെ കുറച്ച് അടുത്തൊക്കെ ഉള്ള ഒരാളാണ് കർത്താവ് എന്ന്, ഈശോ എന്നുള്ള ഒരു ബോധ്യം കിട്ടി. പക്ഷെ എന്നാലും അത് വലിയൊരു ശക്തമായിട്ടുള്ള ഒരു ബോധ്യമോ ഒരു അനുഭവമോ ആയിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് കല്യാണത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ ഞങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചിരുന്നു, എല്ലാ ദിവസവും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരവസ്ഥയിൽ ഒരു ദിവസത്തിൽ പ്രത്യേകിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവിന്റെ സ്പർശനം എനിക്ക് അനുഭവിക്കുന്ന ഒരു ദിവസം ഉണ്ടായി. അപ്പൊ അന്നോട്ട് എനിക്ക് മനസ്സിലായി ഈ കർത്താവ് ദൂരെയുള്ള ആളല്ല, അടുത്തൊക്കെ ഇങ്ങനെ ചുറ്റിക്കടന്ന് നടക്കുന്ന ആൾ മാത്രമല്ല, എന്നെ തൊടാനും എനിക്ക് തൊടാനും എൻ്റെ ഭർത്താവിനെയും എൻ്റെ അപ്പനെയും അമ്മയൊക്കെ പോലെ എന്നെ അറിയുന്ന ഒരു വ്യക്തിയാണ് കർത്താവ് എന്ന് അറിയാൻ പറ്റിയ ഒരു ദിവസമായിരുന്നു അത്. പിന്നെ അതിനുശേഷമുള്ള ഇങ്ങോട്ടുള്ള ജീവിതത്തിൽ ഇന്ന് വരെയും ഓരോ നിമിഷവും എൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും എൻ്റെ വലിയ അടുത്തൊരു സഹായിയായിട്ട് എന്റെ കൂടെ നിൽക്കുന്ന ദൈവത്തെ കാണാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ കർത്താവ് തന്നിട്ടുണ്ട്. ഞാൻ അർഹിക്കാത്ത ഒരുപാട് സ്ഥാനങ്ങളിൽ കർത്താവിനെ ഇരുത്തിയിട്ടുണ്ട്. അപ്പോഴൊന്നും ഞാൻ കർത്താവിനോട് ചോദിച്ചിട്ടില്ല, കർത്താവ് എന്തുകൊണ്ട് നീ ഇങ്ങനെ ചെയ്യുന്നു, എനിക്ക് അർഹതയില്ലാത്തതാണല്ലോ, എന്തിനാ ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തരുന്നതെന്ന് ഞാൻ ഒരിക്കലും ചോദിച്ചിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും എന്റെ ജീവിതത്തിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴും ഞാൻ ചോദിച്ചിട്ടില്ല, കർത്താവ് എന്തുകൊണ്ടാണ് പ്രതിസന്ധി തരുന്നത്. അപ്പോൾ അനുഗ്രഹങ്ങൾ തന്നപ്പോൾ കർത്താവിനോട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാത്ത ഞാൻ പ്രതിസന്ധി വരുമ്പോൾ എനിക്ക് ചോദിച്ചാൽ അത് ഒരു എന്താ പറയുക, ഒരു ശരിയായിട്ടുള്ള ഒരു തീരുമാനമല്ല. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ചോദിച്ചിട്ടില്ല. ഞങ്ങൾക്കറിയാം എല്ലാം നന്മയ്ക്കായിട്ട് മാറ്റുന്ന ഒരു കർത്താവിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കർത്താവിനോട് കൂടെ ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് സന്തോഷം. പ്രതിസന്ധികളിലും കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ അടുത്തുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. സോ ആ ഒരു സാന്നിധ്യത്തിൽ ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്. രണ്ടുപേരും ചേർന്ന് ശരിക്കും ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ജീവ എന്ന് പ്രാർത്ഥിച്ച് എപ്പോഴും കൂടെ ഉണ്ടോ, അതോ എങ്ങനെയാണ്? ഞങ്ങള് ഇവിടെ വന്നതിന് ശേഷമാണ്, ഞങ്ങൾ ദുബായിൽ വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയത്. വചനം പറയുമ്പോൾ ഞാൻ പ്രൈസ് ആൻഡ് വർഷിപ്പ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയത് ഇവിടെ വന്നതിന് ശേഷമാണ്. പുള്ളി ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് ഞാനിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ പലപ്പോഴും ഞാൻ ഇച്ചിരി മടിയൊക്കെ കാണിക്കുന്ന ദിവസം സിജി വന്ന് ചോദിക്കും, നീ ഇന്ന് പ്രാർത്ഥിച്ചില്ലായിരുന്നു അല്ലെ, കർത്താവ് അവിടെ അത്ര വലിയ കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല, കർത്താവിന്റെ പ്രസൻസ് എനിക്ക് അറിയത്തില്ല. അപ്പോ പിടിക്കും കർത്താവ്. അപ്പൊ ഞാൻ ചോദിച്ചു, കർത്താവിനെ എന്തുമാത്രം മാനിക്കുന്നു, നമ്മൾ ഓരോ വ്യക്തികളെ ഒത്തിരിയേറെ മാനിക്കുന്ന ഒരു വലിയ ദൈവമാണ് നമുക്കുള്ളത്. അപ്പോൾ എന്റെ പ്രാർത്ഥനയ്ക്ക് കർത്താവിന്റെ സാന്നിധ്യം അവിടെ നൽകുന്നു. സോ അങ്ങനെ സിജി പോകുന്ന സമയത്ത് ഞാൻ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാണ് സപ്പോർട്ട് ചെയ്യാറുള്ളത്. അതെ, കുടുംബാംഗങ്ങളിൽ എനിക്കറിയാം ഒരു ബ്രദർ ഡോക്ടർ ജോൺ ആണ്. ശാലോം പ്രേക്ഷകരുടെ ഏറ്റവും സുപരിചിതനായ വ്യക്തിത്വമാണ്. ഇപ്പോൾ ലോകം മുഴുവനും ശാലോം ടീമിന് വേണ്ടി അല്ലെങ്കിൽ ദൈവവചനത്തിന് വേണ്ടി, ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുന്ന വ്യക്തിയാണ്. അപ്പോൾ അതില് ബ്രദറിന് വളരെ ഒരു അഭിമാനവും സന്തോഷവും. നിങ്ങൾ രണ്ടുപേരും, ബ്രദറും ദൈവ ശുശ്രൂഷയിൽ സജീവമായിട്ടുണ്ട്, ഡോക്ടർ ജോൺ അതുപോലെ അതിനേക്കാൾ ഉപരി ഇങ്ങനെ ലോകം മുഴുവനും ദൈവവചനവുമായി പോകുന്നു. മാതാപിതാക്കന്മാരുടെ ആ സന്തോഷമൊക്കെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ തോന്നിയിട്ടുണ്ടോ ഇങ്ങനെ മനസ്സിൽ? എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ, എൻ്റെ വ്യക്തിബന്ധങ്ങളിൽ എനിക്ക് ഏറെ അഭിമാനം ഉള്ളൊരു കാര്യമാണ്. എൻ്റെ സഹോദരനെ കുറിച്ച് പറയാനാണെങ്കിൽ, ചെറുപ്പത്തിൽ ഞങ്ങൾ വളരെ വ്യത്യസ്തരാണ്. അദ്ദേഹം വളരെ കൃത്യമായി ഞങ്ങൾ പഠിച്ചത്, അതെ തീർച്ചയായിട്ടും ഞങ്ങൾ പഠിച്ച സ്കൂളുകളും കോളേജുകളും ഒക്കെ ഏതാണ്ട്, ഞാൻ ചില സ്കൂളുകൾ എന്നെ പറഞ്ഞു വിട്ടത് നിമിത്തം മാറി മാറി പഠിച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഞങ്ങൾ കടന്നു വന്ന വഴികൾ ഒന്നാണ്. അപ്പോൾ എല്ലാ അധ്യാപകരും പറയുന്നത് അദ്ദേഹം എന്നും ഒരു അനുസരണ മോഡലാണ്. ഞാൻ അങ്ങനെ ആയിരുന്നില്ല. പക്ഷെ അദ്ദേഹം ഇന്ന് ആ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് വളരെ സന്തോഷമാണ്. ഇത്രയും നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് വരണമെങ്കിൽ എവിടെയോ വലിയൊരു കൃപയുള്ള കുടുംബമായിരുന്നു. അപ്പനും അമ്മയൊക്കെ ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്നവരായിരുന്നു അതോ? തീർച്ചയായിട്ടും അപ്പനൊരു ദൈവവിശ്വാസമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ചെറുപ്പത്തിലൊക്കെ സ്വന്തം ഇടവകയിൽ കൊല്ലത്ത് അദ്ദേഹം മതബോധനവും പള്ളിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. ഞങ്ങള് അച്ഛൻ NRI ആണ്. അപ്പം ഞങ്ങൾ കൂടുതൽ കാണുന്നത് അമ്മയാണ്. അമ്മ മുഴുവൻ സമയവും പ്രാർത്ഥിക്കുന്ന, അതായത് എന്റെ ഓർമ്മയില് ഒരു 15 ജപമാല
പിന്നെ രാവിലെ എഴുന്നേറ്റാൽ കുറെ മണിക്കൂറുകൾ പ്രാർത്ഥിക്കും. പിന്നെ പാചകം കഴിഞ്ഞാൽ അടുത്ത പാചകം തുടങ്ങുന്നത് വരെ പ്രാർത്ഥിക്കും. അങ്ങനെയായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ കേട്ടിട്ടുള്ളത്, ചേട്ടൻ കണ്ടിട്ടുണ്ട്, അമ്മയുടെ അച്ഛൻ അദ്ദേഹം വളരെ പ്രാർത്ഥിക്കുന്നു. ഒരു ദിവസം 30 ജപമാലയെങ്കിലും ഒക്കെ ചൊല്ലുന്ന ഒരാളായിരുന്നു എന്ന്. അത് ചേട്ടനെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ ലോകം മുഴുവൻ ഇരിക്കുന്ന ശാലോം പ്രേക്ഷകരോട് ഈ നിമിഷം എനിക്ക് പറയാനുള്ളത്, ഒരമ്മ രാവും പകലും പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുണ്ടെങ്കിൽ ഒരുപക്ഷെ തിരിഞ്ഞു പോകാവുന്ന ലോകത്തിന്റെ സർവ്വ സ്വാധീനങ്ങൾക്കും അകപ്പെടാവുന്ന ഒരു യുവത്വത്തിൽ പോലും ഒരു കുഞ്ഞുങ്ങളെയും നഷ്ടപ്പെടുവാൻ ദൈവം അനുവദിക്കുകയില്ല. കാരണം ആ അമ്മയുടെ പ്രാർത്ഥനയുടെ ഒരു റിസൾട്ട് ആ മക്കളിലൂടെ, അതിലൂടെ ലോകം മുഴുവനും എത്തുന്നുള്ള ഒരു വലിയ മെസ്സേജ് ഇപ്പോൾ നമ്മൾ കേൾക്കുകയാണ്. ബ്രദർ, ഇനി ദുബായ് വന്നു കഴിഞ്ഞുള്ള നിങ്ങളുടെ അനുഭവങ്ങളും ജീവിതവും എല്ലാം ഒന്ന് പങ്കുവയ്ക്കാമോ? ദുബായിൽ വന്നിട്ട് ഇപ്പൊ എനിക്ക് പറയാൻ പറ്റുന്ന, ഞങ്ങൾ കുറച്ചു കാലം ഇംഗ്ലണ്ടിലുണ്ടായിരുന്നു, ഒരു 5 കൊല്ലം. എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ ശുശ്രൂഷകൾ ചെയ്യുമായിരുന്നു. ഒരുപക്ഷെ അവിടെയുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കള് ഏറ്റവും അന്തം വിടാനുള്ള ഒരു സാധ്യത ജീവയുടെ ശുശ്രൂഷയാണ്. കാരണം ജീവയെ ശുശ്രൂഷ ചെയ്യും എന്ന് കണ്ടെത്തിയത് ദുബായിലെ കരിസ്മാറ്റിക്, ഞങ്ങൾ സത്വ പ്രെയർ ഗ്രൂപ്പിലും ജീസസ് യൂത്തിലും സജീവമാണ്. അപ്പോൾ സത്വ പ്രെയർ ഗ്രൂപ്പിലെ ആൻഡോ അദ്ദേഹമാണ് നിർബന്ധിച്ച് ഞങ്ങളെ ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യിച്ചത്. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. പിന്നീട് ദുബായിൽ ഞാൻ കാണുന്നത് തന്നെ, എനിക്ക് തോന്നുന്നത് കരിസ്മാറ്റിക് നവീകരണത്തിന്റെ സ്വപ്നം ശരിക്കും പൂവണിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം ദുബായ് ആണെന്ന് എനിക്ക്. കാരണം ഇത്രയും സ്ട്രക്ചറോടുകൂടി ഇത്രയും മനോഹരമായിട്ട് ഈ നവീകരണം ഇങ്ങനെ പോകുന്നത്, അതും പള്ളിയോട് ചേർന്ന്, ഇത് ദൈവത്തിന്റെ മാത്രം പ്രവൃത്തിയാണ്. കാരണം ഞാൻ ഇവിടെ ദൈവം എന്നെ കൊണ്ടുവന്നത്, എനിക്ക് തോന്നുന്നത് ദൈവം എന്നോട് കാണിച്ചൊരു വലിയ കാരണമാണ്. കാരണം ഇതിന്റെ ഭാഗമായിരിക്കാൻ പറ്റിയത് തന്നെ എന്റെ. ഞങ്ങൾ എപ്പോഴും പറയും, ബ്രദറിനെ ഇവിടെ കൊണ്ടുവന്നത് ദുബായിക്ക് വലിയ അനുഗ്രഹമാണ്. കാരണം അത്രയും വലിയ ഒരു മെസ്സേജ്, ശുശ്രൂഷ, അതിന് ബൈബിളിനെ പറ്റിയുള്ള ജ്ഞാനം, ഇതെല്ലാം ഉള്ള ഒരാളെ ദൈവം തന്നല്ലോ എന്ന് ഞങ്ങൾ സാധാരണക്കാർ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. പിന്നെ നിങ്ങൾ രണ്ടുപേരോട് ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുന്നു, വളരെ അനുഗ്രഹപ്രദമായ ജീവിതമാണെന്ന് പറയുന്നു. എന്നാൽ ഞങ്ങൾക്കെല്ലാം അറിയാം, ജീവിതത്തിൽ വളരെയേറെ സഹനങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട്. അത് അഭിമുഖീകരിച്ചപ്പോൾ ദൈവം പിടിച്ചു നിർത്തിയ വഴികളൊന്ന് പറയാം. സഹനങ്ങള് എന്റെ ജീവിതത്തില് എനിക്ക് എപ്പോഴും ഒരു ഇതുള്ളത്, സത്യം പറഞ്ഞാൽ ഞാൻ കർത്താവിലായിരുന്നില്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതത്തിൽ സഹനമല്ലായിരുന്നു, പതനമായിരുന്നു ഉണ്ടാകേണ്ടിയിരുന്നത്. എനിക്കൊന്നും തന്നെ ഉണ്ടാകുമായിരുന്നില്ല. ഒരുപക്ഷെ ഞാൻ വഴിയരികിലൊക്കെ ഇങ്ങനെ നടക്കുന്ന ഒരു അലഞ്ഞു തിരിയുന്ന ഒരു ചെറുപ്പക്കാരനെ പോലെയൊക്കെ ആയിപ്പോകാമായിരുന്നു എന്നുള്ളതാണ്. എന്തൊക്കെ സംഭവിക്കാമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ പതനത്തിൽ നിന്ന് ദൈവം എന്നെ കരകയറ്റിയതിന്റെ നന്ദി എനിക്ക് മാറിയിട്ടില്ല. അതാണ് ഒരു സത്യം. കാരണം എന്നെ പോലെ നടന്ന പലരും ഇന്ന് പതനത്തിലാണ്. അപ്പൊ ഞാൻ പതനത്തിലല്ല, ഞാൻ കരകയറി. എനിക്കൊരു സമാധാനമുള്ള കുടുംബജീവിതമുണ്ട്. അത് എന്റെ അപ്പൊ ഇത്രയും തന്ന ദൈവത്തോട് ഞാൻ എന്ത് ചോദിക്കാനാ? എന്നെ തന്നതെല്ലാം ബോണസോ എന്താ പറയുന്ന അയോഗ്യമായ പാത്രത്തിലേക്ക് ദൈവം തന്നതല്ലാതെ മറ്റൊന്നുമില്ല. എന്റെ അടുത്ത് എന്റെ 2 പണ്ട് സുഹൃത്തുക്കളായിരുന്ന 2 പേര് എന്നെ വഴി തടഞ്ഞു നിർത്തി ചോദിച്ചിട്ടുണ്ട്, നിനക്ക് എന്ത് യോഗ്യതയാ കർത്താവിനെ കുറിച്ച് പറയാൻ? അതാണ് സത്യം. യോഗ്യതയില്ല, അതാണ് സത്യം. പക്ഷെ എനിക്ക് കിട്ടിയതെല്ലാം ബോണസാണ്. അപ്പോ അതാണ് എന്റെ ഒന്നാമത്തെ പദ്ധതി. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ചോദിക്കാനോ ദുഃഖിക്കാനോ ഒന്നും ഇല്ല. എനിക്ക് ഒരു കാര്യം അറിയാം, എനിക്ക് ഇത്രയും തരികയും എന്നെ ഉയർത്തുകയും ചെയ്തവൻ, എന്നെ വിശുദ്ധീകരിക്കുകയും ഈ സഹനത്തിന്റെ കാലം മാറി എനിക്ക് സന്തോഷത്തിന്റെ, ആനന്ദത്തിന്റെ, ഇപ്പോഴും സന്തോഷത്തിന്റെ ഒത്തിരി കാരണങ്ങൾ എനിക്കുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഇപ്പൊ ഞങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത് 6 മാസത്തിനിടയ്ക്ക് 11 വർഷം ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. 11 വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായ ആദ്യത്തെ കുഞ്ഞ് 6-ാമത്തെ മാസം പോയി, ഞങ്ങളെ വിട്ടുപോയി. ഞങ്ങൾ കുഞ്ഞിനെ പള്ളിയിൽ കൊണ്ടടക്കി. അതിനുശേഷം വീണ്ടും ഉടനെ തന്നെ ഒരു കുഞ്ഞുണ്ടാകുകയാണ്. പക്ഷെ ഈ കുഞ്ഞ് പോയതിന്റെ 6 മാസത്തിനിടയ്ക്ക് 2 മിസ്കാരേജ്. അതാണ് 12 വർഷത്തെ ദാമ്പത്യത്തിൽ ഞങ്ങൾക്കുണ്ടായ ഒരു വലിയ സഹനമെന്ന്. അല്ലാതെ ഒത്തിരി സഹനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ സഹനം ഞങ്ങൾ കാണുന്നത് 11 വർഷം കുഞ്ഞുങ്ങളില്ലാതിരുന്ന ഒരു ദമ്പതിക്ക് 11-ാമത്തെ വർഷം കുഞ്ഞുണ്ടായി എന്ന് പറയുന്നത് ഒരു അത്ഭുതമല്ലേ? ആ കുഞ്ഞ് പോയി എന്നുള്ളത് സത്യമാണ്. പക്ഷെ ദൈവം കാണിക്കുകയാണ്, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തരാൻ ഞാൻ സന്നദ്ധനാണ്. ഒരു അന്ധനെ കർത്താവ് പല ഘട്ടങ്ങളായി സുഖപ്പെടുത്തി എന്ന് പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് സൗഖ്യപ്പെടുത്തുന്ന ഒരു രീതിയാകാം. അവിടുത്തെ ചോദ്യം ചെയ്യാതിരുന്നാൽ ഞങ്ങൾക്ക് നാളെ എന്താ വരുന്നത് കാണാൻ പറ്റും. തീർച്ചയായിട്ടും. അത് വലിയ അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുന്നു, അല്ലേ? ദൈവം തരുന്ന അനുഗ്രഹമാണ്. അപ്പോൾ പിന്നീട് എൻ്റെ ചോദ്യം, ദൈവം സ്പർശിച്ച ചില അനുഭവങ്ങളും ജീവിതത്തിൽ തന്നെ ഉണ്ടല്ലേ? അങ്ങനെ 1-2 എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. ഞാനൊരു ടീച്ചറാണ്. ഒരു പക്ഷേ ഈ സ്കൂളിലെ കുട്ടികളുമായിട്ട് ഉള്ള ഇൻവോൾവ്മെന്റോടെ എനിക്ക് കിട്ടിയ എല്ലാം വളരെ ചൈൽഡിഷ് ആയിട്ട് മറ്റുള്ളവർക്ക് തോന്നിയേക്കാവുന്ന കുറെ കാര്യങ്ങളാണ്. അതായത് ഒരു ദിവസം
ഞാൻ റൂമിൽ ഇവിടെ ദുബായിലായതിനു ശേഷം ഒറ്റയ്ക്ക് ഇങ്ങനെ റൂമിലെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ രാവിലെ അന്ന് ദിവസം രാവിലെ എനിക്ക് സ്കൂൾ അവധിയായിരുന്നു. അപ്പോൾ അന്ന് രാവിലെ ഞങ്ങൾ ഉദ്ദേശിച്ചു കർത്താവിന്റെ കുറച്ച് ഫോട്ടോസ് ഒക്കെ വെച്ച് ഞങ്ങൾ ഒരു ഓൾട്ടർ പോലെ ഒന്ന് ക്രമീകരിക്കാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ 2 അലമാരയുണ്ട്. ഈ 2 അലമാരയും ഒരു എന്താ പറയുക വെച്ചിട്ട് അതിന് നടുക്ക് ഇത് ക്രമീകരിക്കാമെന്നാണ് കരുതി. അപ്പം എൻ്റെ സ്കൂളിലെ കുറേ ബുക്സ് എല്ലാം ഈ അലമാരയ്ക്കകത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ 2 കൂടെ ശ്രമിച്ചിട്ടും ഇത് ഒരു വിധത്തിലും ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ആ പൊസിഷനിലോട്ട് തള്ളി നീക്കാൻ പറ്റുന്നില്ല. അപ്പോൾ സിജിക്ക് പോകേണ്ട സമയമായി. അപ്പോൾ ഞാൻ പറഞ്ഞു സിജി പൊക്കോ. അപ്പോൾ സിജുവിന് ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ പ്രെയർ ഗ്രൂപ്പിൽ ആരെയും കൂടെ വിളിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് അതങ്ങ് നീക്കി വെക്കാമെന്ന് പറയും. സിജി പോയി. അപ്പം ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചും ഇങ്ങനെ കർത്താവിന്റെ സാന്നിധ്യമൊക്കെ അറിഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഒരു ഐഡിയ. ഞാൻ പറഞ്ഞു കർത്താവേ, സിജി വന്നിട്ട് കുറെ ആൾക്കാരുടെ സഹായത്തോടെ ഞാനിത് ഇവിടെ നീക്കി വെക്കേണ്ട കാര്യമുണ്ടോ? കർത്താവ് ഇവിടെ ഇല്ല, എന്നെ ഒന്ന് സഹായിച്ചൂടെ, ഒന്ന് തള്ളി വെക്കാൻ സഹായിച്ചൂടെ എന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു കർത്താവ് അലമാരയുടെ ഒരു സൈഡ് ഞാൻ പിടിച്ചു, എന്നിട്ട് മറ്റേ സൈഡ് ഞാൻ പറഞ്ഞു കർത്താവ് അവിടെ നിന്ന് പിടിച്ചോ കേട്ടോ, നമുക്ക് തള്ളി വെക്കാം. സിസ്റ്റർ വിശ്വസിക്കത്തില്ല, ഞാൻ പിടിച്ചു. ഞങ്ങൾ എവിടെ ഈ അലമാര വന്ന് നിൽക്കണമെന്ന് ആഗ്രഹിച്ചു ആ സ്ഥലത്തേക്ക് ഈ അലമാര വന്ന് നിന്നു. അപ്പോൾ വൈകുന്നേരം സിജി വന്നപ്പോ ചോദിച്ചു ഇതെങ്ങനെ സംഭവിച്ചു, ഇവിടെ ആരെങ്കിലും വന്നോ നിന്നെ സഹായിക്കും? ഞാൻ പറഞ്ഞു ഉണ്ടായിരുന്നു ഒരാള്. ഞാൻ പറഞ്ഞു ഒരാളുണ്ടായിരുന്നു, കർത്താവ് ഉണ്ടായിരുന്നു. ഞാൻ ഒരു സൈഡ് പിടിച്ചു, കർത്താവ് പിടിച്ചു. അപ്പൊ ഇങ്ങനത്തെ വളരെ ചൈൽഡിഷ് ആയിട്ടുള്ള, പക്ഷെ എനിക്കത് വളരെ സന്തോഷം. കാരണം ഞാൻ ഒറ്റയ്ക്കല്ല, ശരിക്കും എന്റെ വിശ്വാസം കൂടുതൽ വർദ്ധിപ്പിച്ചു. കാരണം അത് സിജിക്കും മനസ്സിലായി, കാരണം അത്രയ്ക്കും വളരെ ഹെവി ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് അങ്ങനെ വെക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനത്തെ കുറെ ചൈൽഡിഷ് ആയിട്ടുള്ള ഒരാൾക്ക് ഒറ്റയ്ക്ക് നീക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് 2 പേര് പിടിച്ചാൽ ഞങ്ങൾ 2 കൂടെ രാവിലെ ശ്രമിച്ചതാണ്. അപ്പൊ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു സംഭവങ്ങൾ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എപ്പോഴും കർത്താവ് ഇങ്ങനെ കാണിക്കാറുണ്ട് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഇപ്പോ വിഷമങ്ങളുടെ സമയത്തും സങ്കീർത്തനങ്ങൾ 91:15 പറയുന്നുണ്ട്, കഷ്ടതയുടെ ദിനത്തിൽ ഞാൻ അവളോട് ചേർന്ന് നിൽക്കും. അപ്പൊ കർത്താവിന്റെ സാന്നിധ്യങ്ങൾ ഏറ്റവും കൂടുതൽ അറിയുന്നത് ഞങ്ങൾ ഈ വിഷമത്തിലൂടെ കടന്നു പോകുന്നത്. ഞങ്ങളുടെ സാഹചര്യം മാറ്റത്തില്ല. ഇപ്പൊ കുഞ്ഞുങ്ങളുടെ ഈ മരണം ഒക്കെ സംഭവിച്ചത് കർത്താവ് അതെടുത്ത് മാറ്റി. പക്ഷെ ആ സമയത്ത് കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങളെ താങ്ങത്തക്ക രീതിയിൽ വളരെ ശക്തമായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ട്. അതെ, വിശുദ്ധരുടെ എല്ലാ അനുഭവം നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല. അവരെല്ലാ സഹനങ്ങളിൽ കൂടെ കടന്നുപോയി, പക്ഷെ അതൊന്നും മാറ്റി കൊടുത്തിട്ടില്ല. എന്നാൽ കരുത്തും അവർ തൊടുന്നവർക്കെല്ലാം സൗഖ്യം കിട്ടി. അവര് രോഗികളാ. എത്രയോ വിശുദ്ധരുടെ ജീവിതം കിടന്ന കിടപ്പില്ല, പക്ഷെ അവരുടെ അടുത്ത് ചെല്ലുന്നവർക്കെല്ലാം സൗഖ്യമാണ്. ഇപ്പോൾ വലിയ അനുഗ്രഹങ്ങളുള്ള ശുശ്രൂഷകൾ നാട്ടിൽ ചെയ്യാൻ വേണ്ടി സമയം കണ്ടെത്തുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും. ഞാൻ ആലപ്പുഴയിലാണ് ജനിച്ചതും വളർന്നതും. അപ്പോൾ ആലപ്പുഴയില് കാരണം എന്നെ പോലത്തെ ഒരാൾക്ക് കർത്താവിനെ ഇത്രയും അറിയാൻ പറ്റുമെങ്കിൽ എനിക്ക് തോന്നുന്നു അവിടെയുള്ള എല്ലാ ചെറുപ്പക്കാരും എന്നേക്കാൾ നല്ലവരാണ്. അപ്പോൾ അവര് കർത്താവിനെ അറിഞ്ഞാൽ അവരിൽ നിന്നുണ്ടാകാൻ സാധ്യതയുള്ള സൽഫലം വളരെ വലുതാണെന്ന് എനിക്കറിയാം. പിന്നെ കർത്താവിനെ സ്നേഹിക്കുന്നതനുസരിച്ച് കർത്താവിനെ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടല്ലോ. അപ്പൊ ഇവിടെ ആണെങ്കിലും ഞാൻ അവിടെ ആയിരുന്ന സമയത്ത് ഞാൻ ജീസസ് യൂത്തിന്റെ ആനിമേറ്റർ ആയിരുന്നു. ഞങ്ങൾ 2 പേരും കപ്പിൾ ആനിമേറ്റേഴ്സ് ആയിരുന്നു. അപ്പൊ ഞങ്ങള് ഇവിടെ തിരിച്ചു വന്നപ്പോഴും അവരുമായിട്ടൊരു ബന്ധമുണ്ട്. ഇപ്പൊ അവരുടെ ചില ഇനിഷ്യൽ പ്രോഗ്രാമുകൾ നടത്താനായിട്ട് അവർ ഞങ്ങളെ തന്നെയാണ് ക്ഷണിക്കുന്നത്. അപ്പൊ കമ്പനിയിലെ സാഹചര്യം വെച്ച് പോകാൻ സാധിക്കും. അപ്പൊ അങ്ങനെ പോയപ്പോഴൊക്കെയാണ് ഈ പറയുന്ന ധ്യാനങ്ങളൊക്കെ നടന്നത്. ചെയ്യുന്ന ശുശ്രൂഷയുടെ വലിയൊരു റിസൾട്ട് ഓരോ ഹൃദയങ്ങളിലേക്കും ഇറങ്ങുന്നുണ്ടെന്നുള്ളതിന് ഒരു യാതൊരു ദൈവത്തോട് ഒത്തിരി സമയം നിങ്ങൾ 2 പ്രാർത്ഥിക്കാറുണ്ടോ? നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ എങ്ങനെയാണ്? ഞങ്ങളുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പല രീതിയിലാണ്. പേഴ്സണൽ പ്രയർ ഉണ്ട്. അതുപോലെ തന്നെ ഞങ്ങള് വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കും. പിന്നെ സംഭവിക്കുന്നത് നമ്മൾ അവധി ദിവസങ്ങളിൽ അത് ഞങ്ങളുടെ ഒരു ശീലമാണ്. ഞങ്ങള് രാത്രി മുഴുവൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക, 2 പേരും കൂടെ. ഞങ്ങളത് ഇംഗ്ലണ്ടിൽ വെച്ച് ശീലിച്ചാണ്. അവിടെ മറ്റു സമയങ്ങളിൽ പ്രാർത്ഥിക്കാൻ പറ്റും. ഞങ്ങൾ കൂട്ടുകാരുമായിട്ട് ഇരുന്ന് രാത്രി മുഴുവൻ ഇരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് കൊന്ത ചൊല്ലും. അപ്പൊ ഞങ്ങൾ അത് ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഈ 40 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് 2 പേരും കൂടി ഇരിക്കും. അപ്പോൾ ഒരാൾ ഉറങ്ങും, മറ്റേയാള് എഴുന്നേറ്റിരുന്ന് ചെയ്യും. അങ്ങനെ. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ ഞങ്ങളുടെ ആഗ്രഹമാണ്. ഇനിയും ഇതുപോലെ ശരിക്കും കർത്താവുമായിട്ട് ഫാമിലിയിൽ ഒരുമിച്ച് നിൽക്കുന്ന ഒരു അനുഭവം നമുക്ക് കിട്ടാറുണ്ട്. അതാണ്. അല്ല, ഒരു അതിശയകരമായ വാക്കുകളാണ് ഇപ്പോൾ പറഞ്ഞത്. കാരണം ഇവിടെയാണെങ്കിലും ലോകത്തിന്റെ എവിടെയാണെങ്കിലും വ്യഗ്രതയ്ക്കകത്ത് മുഴുകിയ ഒരു യുവ തലമുറയാണ് നമുക്കുള്ളത്. എത്ര സമ്പാദിച്ചാലും പോരെന്നും അതുപോലെ ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കും, അല്ല അവനവന്റെ ആർഭാടങ്ങളിലും ആഘോഷങ്ങളിലുമായിട്ടും പരാതികൾ തീരാതെ ജീവിക്കുന്ന ഒരു തലമുറ. അതിന് വളരെ വിഭിന്നമായ ഒരു ആശയമാണ് ഇപ്പോൾ ഇവർ 2 പേരും പറഞ്ഞത്. അതുപോലെ തന്നെ ഇനി യുവതലമുറയോട് എത്രമാത്രം താഴെത്തട്ടിൽ നിന്നാണ് ഈശോ തൊട്ടതെന്ന് എപ്പോഴും മനസ്സിൽ ഓർമ്മയുണ്ട്. സാധാരണഗതിയിലെ ഒരു ചില പിള്ളേരോട് നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ അവർ പറയും, ഞാൻ അൾത്താര ബാലനായിരുന്നു, അത് കഴിഞ്ഞപ്പോൾ പാട്ടുകാരനായിരുന്നു, അല്ലെങ്കിൽ ഞാൻ കുഞ്ഞിലെ മിഷൻ ലീഗിലുണ്ടായിരുന്നു, പിന്നെ ജീസസ് യൂത്തിലുണ്ട്. അങ്ങനെയാണ് ഓരോരുത്തർ കയറി വന്ന കഥ പറയുക. എന്നാൽ ഇതൊന്നുമല്ലാതെ എവിടുന്നോ ദൈവം തൊടുകയാണ്.
നീ എനിക്ക് വേണ്ടിയുള്ളവനാണ്, നിന്നെ നഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല, നിന്നിലൂടെ ഞാൻ പലരെ നേടും. ആ സ്വരം കേട്ടപ്പോൾ തുടങ്ങി ഇന്ന് വരെ ജീവിച്ച ഒരു ശൈലിയുണ്ട്. ഇന്ന് ഒരു പക്ഷെ നശിക്കാവുന്ന അല്ലെങ്കിൽ തകരും ഞാനെന്ന് ഓർക്കുന്ന യുവതലമുറയ്ക്ക് വേണ്ടി നല്ലൊരു മെസ്സേജ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നൽകാൻ പറ്റും. രണ്ടുപേർക്കും ഒന്ന് പറയാമോ അത് യുവജനങ്ങളോടായിട്ട്? ഞങ്ങൾക്ക് പറയാൻ ഉള്ളത് ഈ കർത്താവിനോടൊത്തുള്ള ജീവിതമാണ് എനിക്ക് തോന്നുന്നു ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള ജീവിതം. ഇത് നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ വിചാരിക്കും ഒരു ബൈബിൾ പിടിച്ചുകൊണ്ട് നടക്കുന്നു, ഇവർക്ക് ഇത്തിരി വട്ടാണ്, കാര്യം ഇവരിങ്ങനെ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നു, പാടുന്നു. പക്ഷെ ഈ രണ്ട് ജീവിതം എനിക്കറിയാം. മദ്യപിച്ചും ചീത്ത കൂട്ടുകെട്ടും മറ്റു കാര്യങ്ങൾ മാത്രം ചെയ്തുള്ള ജീവിതം, കർത്താവിന്റെ കൂടെയുള്ള ആളുകൾക്ക് ഇത്തിരി കിറുക്കുണ്ടോ എന്ന് തോന്നുന്ന രീതിയിലുള്ള ഈ ജീവിതം എനിക്ക് നോക്കിയിട്ട് ഇത്രയും സന്തോഷം, ഇത്രയും സ്വാതന്ത്ര്യം, സമാധാനം ഇതുള്ളൊരു ജീവിതം വേറെയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അന്വേഷിക്കുന്നത് സന്തോഷവും സമാധാനമാണെങ്കിൽ ഒരു യുവാവിനും യുവതിക്കും അതിനു വേണ്ടി ചെല്ലാവുന്ന ഏറ്റവും നല്ല സ്ഥലം കർത്താവാണ്, വചനമാണ്. ഈ വചനത്തിലുള്ള ജീവിതമാണ്, ഈ പ്രാർത്ഥനയാണ് എല്ലാത്തിന്റെ ഉത്തരവിലുണ്ട്. തീർച്ചയായിട്ടും. ഞങ്ങളുടെ അവിടെ ഒരു ആലപ്പുഴയിലുള്ള ഒരു അച്ഛൻ എഴുതിയ ഒരു പാട്ടിലെ ഒരു വരി, അത് അദ്ദേഹം മദ്യപാനികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പൊ എനിക്ക് ഭയങ്കരമായി സ്പർശിക്കുന്ന ഒരു പാട്ടാണത്. നീ മാത്രമാണ് എന്റെ ലഹരി, അതിലെ വരിയാണ്. അപ്പോ ഈശോയോട് പറയുന്നതാണ്, നീ മാത്രമാണ് എന്റെ ലഹരി. സത്യത്തിൽ കർത്താവ് ഒരു ലഹരിയാണ്. ഞങ്ങൾ അവിടെ ആലപ്പുഴയിൽ ഇപ്പോൾ ഒരു ഒരു പ്രോജക്റ്റ് പോലെ ചെയ്യുന്നത് കൊന്ത ബോയ്സ് എന്ന് പറഞ്ഞ് നമ്മളൊരു ടീം ഉണ്ടാക്കിയിട്ടുണ്ട്, ജീസസ് യൂത്ത് കൊന്ത ബോയ്സ്. എല്ലാ ഇടവകയിലും ഉണ്ട്, ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആലപ്പുഴ സോളിൽ എല്ലാ ഇടവകയിലും. ഒരു കൊച്ചു ബോയ്സ് ആണ്, ആമ്പിള്ളാരാണ്. അവര് ബാക്കിയുള്ളവരൊക്കെ തെങ്ങിന്റെ ചുവട്ടിലേക്ക് ഒന്ന് മദ്യപിക്കുന്ന സമയത്ത് ഇവരൊരു ചലഞ്ച് എടുത്തിരിക്കുകയാണ്. ഇവർ പെട്ടെന്ന് വന്ന് ഒരു തെങ്ങിന്റെ ചുവട്ടിലിരിക്കും, അവർ ഒച്ചത്തിലൊരു കൊന്ത ചെല്ലും, അവർ പെട്ടെന്ന് പിരിഞ്ഞു പോകും. ഇപ്പൊ എല്ലാവർക്കും അങ്ങനെ മദ്യപിക്കുകയൊക്കെ ചെയ്യാമെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് കൊന്ത ചൊല്ലിക്കൂടാ? വണ്ടർഫുൾ. അപ്പൊ ഇങ്ങനെ ഒരു മൂവ്മെന്റ് ഇപ്പൊ അവിടെ ഉണ്ടായിട്ടുണ്ട്. കേരളം മുഴുവനും ലോകം മുഴുവനും ആകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതാണ് വലിയ അനുഗ്രഹമായിട്ട് പ്രാർത്ഥിക്കും. ജീവിക്കും എന്തെങ്കിലുമൊക്കെ മെസ്സേജ് കാണുമല്ലോ യുവജനങ്ങൾക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കൊക്കെ വേണ്ടി എന്താണ് പറയാൻ? ഞാൻ പറയുന്നത്, എനിക്ക് തോന്നുന്നത് ഈ പെൺകുട്ടികൾ എല്ലാരും ഈ പഠിക്കുന്ന സമയത്തിൽ അല്ലെങ്കിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങളിലൊക്കെ പെട്ട് ഉഴലുന്ന ആരെങ്കിലും എന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ പറയാണ് അവരോട്, 1 പത്രോസ് 5:10 ഒരു വചനമുണ്ട്. അതായത് തന്റെ നിത്യമഹത്വത്തിലേക്ക് യേശുക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്ത് നിങ്ങളുടെ സഹനത്തിന് ശേഷം നിങ്ങളെ ശക്തരാക്കുകയും പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്യും. അപ്പോൾ ദൈവത്തിന്റെ ഒരു ഡെഫിനിഷൻ, ഒരു അഡ്ജക്റ്റീവായിട്ട് കൊടുത്തേക്കുന്നത് അനുഗ്രഹദാതാവായ ദൈവം എന്നാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പ്രശ്നത്തിലാണെങ്കിലും ഈ ഒരു ചെറിയ പ്രശ്നത്തിന് ശേഷം നമുക്ക് വലിയ വിജയം നൽകുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം എന്തെങ്കിലും തന്നെ ഉണ്ടെങ്കിൽ അതെല്ലാം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ശുഭകരമായ ഒരു ഭാവിയും പ്രത്യാശയും നൽകുന്ന ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് നമ്മെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ദൈവത്തിന്റെ വക്താക്കളായിട്ട്, ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്നവരായിട്ട് നമ്മുടെ ജീവിതം സമർപ്പിക്കണമെന്നാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന യുവതികളായ പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത്. ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന, ദൈവം അനുഗ്രഹിച്ച ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരോടും ഒരു മെസ്സേജ് ഇവർക്ക് പറയാനുള്ളൂ. ദൈവം നൽകുന്നതെല്ലാം 2 കൈ കൊണ്ടും സ്വീകരിച്ച് ദൈവത്തിനു വേണ്ടി ജീവിക്കുകയും ദൈവത്തിനു വേണ്ടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും സഹോദരങ്ങളെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വങ്ങളാകണം നമ്മളെല്ലാവരും എന്നാണ് അവരുടെ പ്രാർത്ഥന. ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളും കടന്നു വരണം. ലോകം മുഴുവനും വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുക. അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കല്ല പ്രാർത്ഥിക്കുന്നത്, ലോകം മുഴുവനും വേണ്ടിയാണ്. നമ്മളും അതുപോലെ പ്രാർത്ഥനയിലും നല്ല ഒരു ക്രൈസ്തവ ചൈതന്യത്തിലും പുതിയൊരു തലമുറയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ ഇവരുടെ ഈ അനുഗ്രഹപ്രദമായ നിമിഷങ്ങൾ നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന് അവിടുത്തെ നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥനകളിൽ നിങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ലോകം മുഴുവനും വേണ്ടി എന്നും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവർക്കും വേണ്ടി ഞങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുക. നന്ദി, നമസ്കാരം. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappadu.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിനാള